എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. എന്നാൽ എക്സാമുകളിൽ സാധാരണയായി ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക് കൂടെയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കാരണം എല്ലാവരും എളുപ്പമെന്ന് വിചാരിക്കുന്നതും എന്നാൽ പഠിക്കാൻ വിട്ടുപോകുന്നതും പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ മറന്നു പോകുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് റാബ്ഡോമയോലൈസിസ്. പേര് കേട്ടാലും നെറ്റിലിരിക്കേണ്ട അല്ലെങ്കിൽ പേടിക്കേണ്ട ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. റാബ്ഡോമയോലൈസിസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് മയോലൈസിസ്, അതായത് സ്കെൽറ്റൽ മസിൽ ഡാമേജ് ഓർ എക്സ്റ്റെൻസീവ് സ്കെൽറ്റൽ മസിൽ ഡാമേജ് എന്ന് പറയും. ഇവിടെ സ്കെൽറ്റൽ മസിൽ ബ്രേക്ക് ഡൗൺ ആവുകയാണ്. സോ പ്രധാനമായിട്ടും പല മസിൽ കോമ്പണൻസും അതുപോലെ സെൽസിലുള്ള ഒരുപാട് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ, നമ്മുടെ സ്കെൽറ്റൽ മസിൽ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ എല്ലാ പ്രോട്ടീനും കൂടെ നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു. സോ ഇവിടെ ഒരു പ്രധാനമായിട്ടൊരു വില്ലനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു കോമ്പറ്റീഷനായി നിൽക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അതാണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. സോ ഈ മയോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പിഗ്മെന്റഡ് പ്രോട്ടീനാണ്. എന്താണ്? ഒരു പിഗ്മെന്റഡ് പ്രോട്ടീനാണ്. സോ എന്താണ് ഈ മയോഗ്ലോബിൻ? മയോഗ്ലോബിൻ എന്ന് പറയുന്നത് സ്കെൽറ്റൽ മസിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ മയോഗ്ലോബിൻ എന്ന് പറയുന്നത് നെഫ്രോടോക്സിക് ആണ്. സോ ഇത് കിഡ്നിക്ക് പണി കൊടുക്കുന്നു. സോ നമ്മുടെ കിഡ്നി ഡാമേജ് ആകും. അതുകൊണ്ട് തന്നെ ഈ റാബ്ഡോമയോലൈസിസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണ്. മനസ്സിലായോ? സോ ഇവിടെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് മയോഗ്ലോബിനും അതുപോലെ തന്നെ റീനൽ ഫെയിലിയറും. ആദ്യമേ ഞാൻ പറഞ്ഞു, ഇത് കിഡ്നിക്ക് പണിയെടുക്കുന്നത് തന്നെ റീനൽ ഫെയിലിയർ ഉണ്ടാവുന്നു. സോ എല്ലാവരും ഓർത്തിരിക്കുക, റാബ്ഡോമയോലൈസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രണ്ട് സെന്റൻസുകളാണ് മയോഗ്ലോബിനും അതുപോലെ തന്നെ റീനൽ ഫെയിലിയറും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റിൽ നമ്മൾ കിഡ്നി പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യൂറിനുമായി ബന്ധപ്പെട്ട ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇത്രയാണ് ഇതിന് ചെറിയൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം റാബ്ഡോമയോലൈസിസ് ഉണ്ടാവുന്നത് എന്നാണ്. അപ്പൊ ഞാനിവിടെ തിയറി മൊത്തമായിട്ട് ഞാനിങ്ങനെ ഇലാബറേറ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്താണോ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്, എന്താണോ ചോദിച്ച് കണ്ടിട്ടുള്ളത്, അത് മാത്രമായിരിക്കും ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വെറുതെ നമ്മൾ വലിയൊരു പാർട്ട് തിയറി എടുത്ത് പഠിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. സോ മെയിൻ ഇതിന്റെ കാരണം അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ക്രഷ് ഇഞ്ചുറി, അതുപോലെ പ്രൊലോങ്ഡ് ഇമ്മൊബിലൈസേഷൻ. പിന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാരണമാണ് ഫിയോക്രോമോസൈറ്റോമ. എന്താണ്? ഫിയോക്രോമോസൈറ്റോമ. ഈ ഫിയോക്രോമോസൈറ്റോമ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ ഉണ്ടാവുന്ന ട്യൂമറാണ് ഫിയോക്രോമോസൈറ്റോമ. ഈ അഡ്രിനൽ ഗ്ലാൻഡ് എവിടെയാണ്? നമുക്ക് നോക്കാം. ഇത് കിഡ്നിയാണെന്ന് വിചാരിക്കുക. കിഡ്നി. സോ ഇവിടെയുള്ളൊരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതായത് കിഡ്നിയുടെ മുകളിലായി കാണപ്പെടുന്ന ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചറാണ് അഡ്രിനൽ ഗ്ലാൻഡ്. ഇതിന് ഔട്ടർ കോർട്ടെക്സ്, ഇന്നർ മെഡുല്ല, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിനുണ്ടാവുന്ന ട്യൂമർ, അതാണ് ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുന്നത്. സോ അവിടെ കാറ്റക്കോലമിന്റെ അളവ് കൂടുന്നു, നോർ അഡ്രിനൽ റഷ് ഉണ്ടാവുന്നു. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് BP കൂടുന്നു, ഹൈപ്പർടെൻഷൻ ഉണ്ടാവുന്നു, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അത് വേറൊരു ടോപ്പിക്കാണ്. സോ ഈ ഫിയോക്രോമോസൈറ്റോമയുടെ കോംപ്ലിക്കേഷൻ ആണ് റാബ്ഡോമയോലൈസിസ്. അതാണ് ക്വസ്റ്റ്യൻ. ഫിയോക്രോമോസൈറ്റോമയുടെ കോംപ്ലിക്കേഷൻ എന്താണ്? ദാറ്റ് ഈസ് റാബ്ഡോമയോലൈസിസ്. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. പിന്നെ ചില ഡ്രഗ്സുകൾ, അതായത് ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റിൻസ്. നമുക്കറിയാം അറ്റോർവാസ്റ്റാറ്റിൻ, റോസ്വാസ്റ്റാറ്റിൻ. എന്താ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ കൊഴുപ്പ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളാണ്, ഡ്രഗാണ് അല്ലെ, ആന്റി ലിപ്പിഡീമിക് ഡ്രഗാണ്. സോ ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് റാബ്ഡോമയോലൈസിസ്.
ഓർത്തിരിക്കുക, ആന്റി ലിപ്പിഡീമിക് ഏജന്റിന്റെ സൈഡ് എഫക്റ്റ് ആണ് എന്ത്? റാബ്ഡോമയോലൈസിസ്. ഇതും അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫിയോക്രോമസൈറ്റോമ, സ്റ്റാറ്റിൻസ്. അടുത്തത് ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ റിലയബിൾ ടെസ്റ്റ് ആണ്. ഇത് സാധാരണയായിട്ട് എല്ലാ പി എസ് സികളിലും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമ്മുടെ റാബ്ഡോമയോലൈസിസിന്റെ ഡയഗ്നോസിസ് ടെസ്റ്റ് അല്ലെങ്കിൽ റിലയബിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞു? സോ ദാറ്റ് ഈസ് ക്രിയാറ്റിനിൻ കൈനേസ്. എന്താണ്? CK എന്ന് പറയും, ക്രിയാറ്റിനിൻ കൈനേസ്. സോ ഇതിന്റെ ഒരു സാധാരണ ഇതിന്റെ ഒരു എത്രയിൽ കൂടുതൽ വെച്ചാൽ 1000 യൂണിറ്റ് പെർ ലിറ്ററിന് കൂടുതലായിരിക്കും ഇതിന്റെ അളവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ എന്താണ് ഈ ക്രിയാറ്റിനിൻ കൈനേസ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ സ്കെൽറ്റൽ മസിൽ ഡാമേജ് ഉണ്ടാവുന്ന സമയത്ത് ഇത് അവിടെ നിന്നും ബ്ലഡിലേക്ക് റിലീസ് ആവുന്നു. അങ്ങനെ ഇതിന്റെ എന്ത് കൂടുന്നു? അളവ് കൂടുന്നു. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള റിലയബിൾ ടെസ്റ്റ്. എപ്പോഴും ചോദിക്കുന്നതാണ് ക്രിയാറ്റിനിൻ കൈനേസ് മാറിപ്പോകരുത്. ക്രിയാറ്റിനിൻ കൈനേസ് ആണ്. സോ അടുത്തത് ഇതിന്റെ സിംറ്റം ആണ്. സിംറ്റം, സോ ഇത് നമുക്കറിയാം മസിൽസിനെ ബാധിക്കുന്നതുകൊണ്ട് എന്തായാലും മസിൽ പെയിൻ ഉണ്ടാവുന്നു. സോ അതുപോലെ തന്നെ മസിൽ വീക്ക്നെസ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് യൂറിന്റെ കളർ എന്ന് പറഞ്ഞാൽ. ഇവിടെ യൂറിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്തായിരിക്കും? ടീ കളർ ആയിരിക്കും. ടീ കളർ എന്ന് മാത്രമല്ല ചോദിക്കുക, അല്ലെങ്കിൽ ബ്രൗണിഷ് കളർ ആയിരിക്കും, അല്ലെങ്കിൽ റെഡിഷ് ബ്രൗണിഷ് കളർ ആയിരിക്കും. ഓർത്തിരിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്കൊരു വില്ലൻ ഉണ്ട്. ആ വില്ലന്റെ പേരാണ് മയോഗ്ലോബിൻ, അല്ലെ? ഈ മയോഗ്ലോബിൻ കൂടുന്ന സമയത്ത് ഇത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ആവുന്നു. സോ മയോഗ്ലോബിനൂറി ഉണ്ടാവുന്നു. ആദ്യമേ ഞാൻ പറഞ്ഞു ഇതൊരു പിഗ്മെന്റഡ് പ്രോട്ടീൻ ആണ്. സോ അതിന്റെ കളർ എന്ന് പറയുന്നത് ടീ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആവുന്നു, അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ കളർ ആവുന്നു. ഇതും സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. പിന്നെ ഇതിന്റെ മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യുക, പിന്നെ ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് ഉണ്ടാവും, അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഏത് ഫ്ലൂയിഡാണ് കൊടുക്കുന്നത്? എന്ത് ഫ്ലൂയിഡാണ് കൊടുക്കുന്നത്? നമ്മൾ NS ആണ് കൊടുക്കുന്നത്, ഹാഫ് NS ആണ് കൊടുക്കുന്നത്, 0.45 NS ആണ് കൊടുക്കുന്നത്. വിത്ത് സോഡിയം ബൈകാർബണേറ്റും കൊടുക്കുന്നുണ്ട്. ഓർത്തിരിക്കുക, സോഡിയം ബൈകാർബണേറ്റും കൊടുക്കുന്നുണ്ട്. എന്തിനാണ് സോഡിയം ബൈകാർബണേറ്റ് കൊടുക്കുന്നത്? ഇവിടെ മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാവുന്നു, അല്ലെ? കിഡ്നിയെ ബാധിക്കുന്നതാണ്, റീനൽ ഫെയിലിയർ ഉണ്ടാവുന്നതാണ്. സോ ഇവിടെ എന്ത് പറ്റുന്നു? മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാവുന്നു. സോ മെറ്റബോളിക് അസിഡോസിസ് വരുന്നത് കൊണ്ട് നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് കൊടുത്തിരിക്കണം. യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുക. ഇതാണ് ഇതിന്റെ ഒരു അകച്ചൊക്കെ അല്ലെങ്കിൽ മൊത്തമുള്ളൊരു അവലോകനം എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഏതൊക്കെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവുന്നത്? പൊട്ടാസ്യം കൂടുന്നു, ഫോസ്ഫറസ് കൂടുന്നു, കാൽസ്യം കുറയുന്നു. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. സോ അവിടെ ഇലക്ട്രോലൈറ്റ് റീപ്ലേസ് ചെയ്യാം നമ്മൾ. ഇത്രയുള്ള സംഭവം ഇതാണ്. മൊത്തം ഒരു ചെറിയൊരു കൺസെപ്റ്റ് പഠിച്ചു നോക്കുക. നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അത് ബൈ ഹാർട്ട് പഠിക്കാതെ അതിലൊരു കൺസെപ്റ്റ് പഠിച്ചു വെക്കുക. എന്നിട്ട് അതുമായിട്ട് വരുന്ന ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട പല സംഭവങ്ങളും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മൊത്തം നമ്മളൊരു ഏരിയ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പോയില്ല. ഒരു കഥ പോലെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ. സാധാരണയായിട്ട് എക്സാമുകളിൽ ചോദിച്ചു വരുന്നതും നമ്മൾ പഠിക്കാൻ വിട്ടുപോകുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. മെയിൻ ആയിട്ട് എന്തൊക്കെയാണ്? മയോഗ്ലോബിൻ ഓർത്ത് വെക്കുക, ഫിയോക്രോമസൈറ്റോമ എന്താണെന്നുള്ളത് ഓർത്ത് വെക്കുക, സ്റ്റാറ്റിൻ അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് റാബ്ഡോമയോലൈസിസ് എന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇതിന്റെ മെയിൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, റിലയബിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്രിയാറ്റിനിൻ കൈനേസ് ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ മെയിൻ ആയിട്ട് ഓർക്കുന്നതാണ് യൂറിന്റെ കളർ, അല്ലെ? ബ്രൗണിഷ് റെഡിഷ് കളർ. പിന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഏതൊക്കെയാണ്? പൊട്ടാസ്യം കൂടുന്നു, ഫോസ്ഫറസ് കൂടുന്നു, കാൽസ്യം കുറയുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ചെറിയൊരു ടോപ്പിക്കാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യാം, പിന്നെ ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ വിങ്സ് അക്കാദമി എന്ന് പറയുന്നത് ഇപ്പോൾ DMA ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓൺഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, വിളിക്കുക. ഓക്കെ, താങ്ക് യു.